അപ്പോൾ നമ്മുടെ സീരിയൽ ടുഡേ ചാനൽ ഈ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാം. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള മഴ തോരും മുൻപ് എന്ന ലൊക്കേഷനിൽ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആരോ കാണും, അതിൽ അഭിനയിച്ച എല്ലാവരും കാണണമെന്നാണ് എൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഴ തോരും മുൻപേയുടെ ലൊക്കേഷനില്ല. ഈ സീരിയലിൽ ഇത്രമാത്രം കുടുംബ പ്രേക്ഷകരുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നത് കേട്ടോ. അത്ര ഇഷ്ടമാണ് സീരിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയൽ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഴ തോരും മുമ്പ് ലൊക്കേഷനിൽ വരണം, ആർട്ടിസ്റ്റിനെ കാണണമെന്ന്. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ കണ്ടാലോ? കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ജീവിതത്തിൽ ഇതിനപ്പുറം എന്നാ വേണം? വേറെ ഒന്നും ഒറ്റ ജീവിതമേ ഉള്ളൂ പൊന്നെ, കാണാം. വാ, കൈപിടി. നമുക്ക് ഇഷ്ടമുള്ളവരെ നേരിൽ കാണും, ഭയങ്കര സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് ആഗ്രഹം സാധിക്കുക. സാധിക്കുക. ഈ അമ്മയുടെ ആഗ്രഹവും നമ്മളെ സീരിയൽ ടുഡേ ചാനൽ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അലീനയുടെ റൂമിലോട്ട് പോവാ. നമ്മൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ സമയം എന്ത് പറയാൻ തോന്നുന്നു? ഈ സമയം ഇനി കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ടല്ലേ? വേണ്ട. ഭയങ്കര ഇഷ്ടപ്പെട്ട അലീനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ നോക്കി നിൽക്കും ഇങ്ങനെ. സമയം 7 മണി ഇങ്ങനെ സമയം നോക്കി എന്നും കാണും. ദിവസം പോലും കാണാതിരിക്കുന്നത്. ശരിക്കും ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം പ്രേക്ഷകർ ഇത്രമേൽ ജനപ്രേക്ഷകർ ഏറ്റെടുത്തൊരു സീരിയൽ കേട്ടോ. എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ് ഒരാളെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അതായത് അമ്മ നാളെ വെളിയിലോട്ട് പോവാ. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഇനി മലപ്പുറം അല്ല കാസർഗോഡ് ആണെങ്കിലും വന്ന് കാണണം അലീനെ. അയ്യോ, അലീനെ അത്ര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമായിരിക്കും. കാര്യം എന്തുവാ? അലീനയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. എന്ന് വെച്ചാൽ എല്ലാരും ഇല്ലാതായി പോയി, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫുൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയേനെ അവിടെ ആയിരുന്നെങ്കിൽ. കാണുമ്പോ ഇങ്ങനെ കരച്ചിലും അല്ലേ വരുമ്പോ അലീനയുടെ അയ്യോടാ സങ്കടത്തിലുള്ള വർത്താനം കേൾക്കും. കെട്ടിപ്പിടിച്ചോ? എല്ലാവരും നല്ല അഭിനയം തന്നെ. എല്ലാരും മത്സരിച്ച് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുന്നത്. പിന്നെ എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നന്നായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ ആ എപ്പിസോഡിൽ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ സീൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എൻകറേജ്മെന്റ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. ഭയങ്കര സന്തോഷം എനിക്ക്. അത് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിങ്ങനെ ഇരിക്കാൻ തന്നെ അജി വർഗീസിനോട് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താന്നേലും അമ്മയെ കാണിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മോള്. പോട്ടെ മോളെ, ശരി പോട്ടെ. ഇവിടെ എല്ലാരും കണ്ടോ? ഇല്ല, ഫസ്റ്റ് അലീനെ കണ്ടിട്ട് ബാക്കിയുള്ളത്. അലീനയായിരുന്നു എനിക്ക് ആദ്യം കാണണ്ടേ. അതെനിക്കറിയത്തില്ല. അലീനെ നമസ്കാരം. അതായത് ഈ അമ്മ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ വലിയ ഫാനാണ്. അപ്പം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ലൊക്കേഷനിൽ ആർട്ടിസ്റ്റുകളെ കാണണമെന്ന്. അപ്പം അങ്ങനെ വന്നതാ. കണ്ടോ? അലീനെ കണ്ടു. ബാലചന്ദ്രനെ കണ്ടോ? അദ്ദേഹം കാണാൻ പോവാ. കണ്ടത് ഭയങ്കര സന്തോഷം. അങ്ങനെ കണ്ടത് സന്തോഷം. ഇതൊക്കെയാണ് നമ്മുടെ സ്നേഹം. ഞാൻ കുറച്ചേ ആയുള്ളൂ വന്നിട്ട് അല്ലേ? സ്റ്റാൻലി കുറച്ച് കൊള്ളാമോ? നല്ല അഭിനയം. താങ്ക് യു. നല്ലൊരു ഗെറ്റപ്പായിരുന്നു. അത് കാണാൻ ഞാൻ ഒരു ദിവസം പോലും അത് കാണാതിരിക്കത്തില്ല. ഇല്ല അല്ലേ? മുടിയിലോട്ട് വന്നപ്പോൾ സങ്കടമായിരുന്നു. എല്ലാവരുടെയും ഇതൊക്കെ മഴ സീരിയല് എനിക്ക് ഇവരെല്ലാവരും ഒന്ന് കാണുമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ റാന്നി പത്തനംതിട്ട. ഇവിടെ മോൾ ഇവിടെ താമസിക്കുന്നു, പാലാരി കേട്ടോ. നല്ല ബോട്ടിക്ക് ഉദ്ഘാടനമായിരുന്നു. അത് നല്ല എന്തൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അഭിനയം നല്ല ഉഗ്രൻ അഭിനയമായിരുന്നു. അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കുന്നുമില്ല. സത്യം അത് തന്നെയാണ്. കാരണം എനിക്ക് നാടകമോ അല്ലെങ്കിൽ സ്റ്റേജ് ഒന്നുമില്ല, പഠിക്കുമ്പോഴും ഇല്ല, എപ്പോഴും ഇല്ല. എന്താണോ പറയേണ്ടത് ആ സ്ഥാനത്ത് അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പം എന്താണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ ചെയ്യുന്നത്, അതറിയുള്ളൂ എനിക്ക്. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. പലരും പറയുന്നത് അത് നമുക്ക് കുറേ കാലം കാണാൻ മടുക്കാതെ കാണാൻ പറ്റും. മാറില്ലേ എപ്പോഴും കണ്ടോണ്ടങ്ങ് ഇരിക്കാൻ തോന്നും.
അത് വർത്താനം ആ ഗംഭീരം, ആ വർത്താനമല്ല നല്ല അഭിനയമായിരുന്നു. അല്ല അതൊക്കെ ഈ എന്താ പറയുക, ഇതൊരു ഭാഗ്യമാണ്. ആരും ഒരാളെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ നമുക്കത് പഠിച്ച് നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ അത് പഠിച്ച് നമുക്ക് 100-ൽ 100 മാർക്ക് വാങ്ങാം. അത് പറ്റില്ലല്ലോ. ഇത് ദൈവം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് അഭിനയാണോ എന്തോ അറിയില്ല, അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സീരിയലായിരുന്നു. അതെ. ഈ സീരിയലിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു ഓരോ കഥാപാത്രം പറയുന്നത് എന്താണ്, എന്ത് പറയും എന്ന് നോക്കിയിരിക്കുക. ആ ഓരോ കഥാപാത്രവും അവരവർ പറയും, അതായത് ഡയലോഗ്സ്, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റ്, പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ആ ഒരു വ്യക്തിത്വം, സ്വഭാവം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന മേലെ മുതൽ ഇപ്പോൾ ജോയ്സി സാർ മുതൽ അങ്ങനെ താഴെ എല്ലാവരും ഡയറക്ടേഴ്സ്, അതിൻ്റെ ക്യാമറ സൈഡിലെല്ലാം ശരിക്കും വെറുതെ മറ്റുള്ള സീരിയലുകൾ പോലെ ഞാൻ കണ്ടില്ലേ, നമ്മളിപ്പോൾ എല്ലാ കുറേ സീരിയലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടച്ച് ഇവർ കാണിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇവരുടെ ഒരു ടച്ച്. ഇപ്പോൾ എല്ലാവരും സീരിയൽ, ഇപ്പോൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ ബിരിയാണിയും നന്നാവുന്നില്ല അല്ലേ? ചില ബിരിയാണികൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അവിടെ ആൾക്കാർ കൂടും. അതുപോലെ ഈ ബിരിയാണി അല്ല ഇതായിട്ട് ഈ ഒരു കല നന്നായിട്ട് ഭംഗിയായിട്ട് പോകും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, സീരിയൽ കാണാതെ, സീരിയൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ ഒരു സീരിയൽ മാത്രം കാണുന്നത് എനിക്കറിയാം പേഴ്സണലി കുറേ ആൾക്കാരെ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര, അത് നമുക്ക് ഭയങ്കര, ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ അല്ല, ചിലർ പറഞ്ഞാൽ 1 മണിക്കൂർ കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക്. ഇത് അത്ര എളുപ്പമല്ല. ഈ ഒരു അരമണിക്കൂർ കാണിച്ച് ഇത് കാണിക്കാനുള്ള സാധനം എടുക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഔട്ട് കിട്ടാൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അത്രയും, ഇപ്പം മറ്റുള്ള സീരിയലുകൾ 15, 13, 12 ദിവസത്തിൽ തീരുന്നത് ഇത് 30 ദിവസം ഷൂട്ട് ചെയ്യണേ. മാസം മൊത്തം ഷൂട്ടാണ്. വല്ലപ്പോഴും ബ്രേക്ക് ഉണ്ടെങ്കിലും ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലുള്ള ഇപ്പോഴത്തെ ന്യൂ കം കുട്ടികളുണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് ചെയ്യണേ. എല്ലാവരും മൾട്ടി ടാലൻറ്റഡ് ആണ്. ആണുങ്ങളായാലും പെൺകുട്ടികളായാലും ഇതിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആണ്. നമ്മളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഡാൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഞാൻ 92, 93 വന്ന ആളാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാ. ഇന്ന് വരുന്ന പിള്ളേർ ഫസ്റ്റ് വരുന്ന പിള്ളേർക്ക് എന്ത് വേണം, ഡാൻസോ, ഇതിന്ന് ചാടാം, മരത്തിൽ കയറാം, പാട്ട് പാടാം, അഭിനയിക്കാം, എല്ലാം മൾട്ടി ടാലൻറ്റ്. എങ്ങനെ എനിക്കറിയില്ല. ഇന്നത്തെ ജനറേഷൻ ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടാണ്. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് വിത്ത് മൾട്ടി ടാലൻറ്റഡ് ആണ്. പിന്നെ നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാണ്ടായിരിക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ല, എല്ലാവരും ക്യാമറ കൊണ്ടല്ലേ നടക്കണേ. എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും അഭിനയിക്കാം. നമുക്ക് ഇവിടെ തോന്നിയാൽ അന്ന് ഇവിടെ ഒരു ഫോട്ടോ എടുക്കും. പണ്ടൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നറിയോ. 90കളിൽ 80 ലാസ്റ്റിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ അന്വേഷിച്ച് പോകണം, വെയിറ്റ് ചെയ്യണം. ഫോട്ടോഗ്രാഫറിനെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഒരു ഫോട്ടോ നമ്മൾ എടുത്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കിട്ടാൻ നമ്മൾ കാത്തിരിക്കും അല്ലേ. ഇന്നോ അതാ. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. പിന്നെ ഇപ്പോൾ ഒരു ഫോൺ കോൾ മതി, ഒരു മെസ്സേജ് മതി. അന്ന് ലെറ്റർ ഇട്ടിട്ടാണ് നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നത്. എഴുത്തിട്ടിട്ട് അഭിനയിക്കാൻ വിളിക്കും. 1 മാസം മുമ്പേ എഴുത്ത് വരും, ഇന്ന സ്ഥലത്ത് വരും. അപ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങി എവിടേക്കാണെന്നൊന്നും അറിയില്ല, ഒരു വണ്ടി വന്ന് അതിൽ കയറി പോവും. അല്ല, അതൊരു രസമായിരുന്നു. ഇത് വേറെ ഒരു, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു, എന്താ സീൻ എന്താ, വായിച്ചു, വായിച്ചു, ഓക്കെ, റെഡി, ടേക്ക്. അഭിനയിക്കുക. എനിക്ക് മലയാളം വായിക്കാറില്ല, ഞാൻ അഭിനയിക്കുക. മലയാളം വായിക്കാറില്ല എനിക്ക്, സത്യമായിട്ട് എഴുതാനും വായിക്കാൻ അറിയില്ല. ഞാൻ പഠിച്ചതൊക്കെ തമിഴിലും ഹിന്ദിയും ഒക്കെ, ചെന്നൈയിലാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച ആൾ ഞാൻ. പലർക്കും അറിയില്ല എനിക്ക് മലയാളം വായിക്കാൻ. ഞാൻ സീൻ വായിക്കാറില്ല, പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, നീ വായിക്കും, ഞാൻ കേൾക്കട്ടെ. കേൾക്കും. എന്നിട്ട് നമ്മളുടെ ഒരു സാധനത്തിൽ അതങ്ങ് പറഞ്ഞു പോവാ. അത് പിന്നെ ഒരു രൂപം ദൈവം തന്ന, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരു രൂപം തന്നിട്ടുണ്ട്. ആ രൂപത്തിലൂടെയാണ് ഞാനൊരു സാധനം പറയുമ്പോൾ അത് എൻ്റെ രൂപത്തിലാണ് വരുന്നു. നിങ്ങളൊരു സാധനം പറയുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ രൂപത്തിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. അതാണ്, അത് ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, കുഴപ്പമില്ല. ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ, ഇപ്പോൾ ഞാൻ ദുഷ്ടനായിട്ടൊരു ക്യാരക്ടർ ചെയ്തു ആദ്യമായിട്ട്, കുറേ ചെയ്തിട്ടേ ഇല്ല, വില്ലനായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഒരെണ്ണം ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര വില്ലൻ, ഭയങ്കര വൃത്തികെട്ട ക്യാരക്ടറാണ്. പക്ഷെ അത് ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്.
ഭയങ്കര ഇഷ്ടം. അതിൽ എൻ്റെ ഞാൻ ചെയ്യുന്നത് എന്താണ് ആൾക്കാർ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്കാർ. ഞാൻ ഇത്രയും ദുഷ്ടനാണ്, സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടിയൊക്കെ നടക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളത് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നു മതി. അപ്പോൾ പിന്നെ നമ്മുടെ മുഖം കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ദുഷ്ടനായാലും നല്ലവനായാലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ പുനലൂർ എന്ന് പറയുന്നുണ്ട്. പുനലൂർക്ക് നമ്മൾ പോവാണ്. പുനലൂർ കൊളുത്തൂപ്പുഴ ഇന്ന സ്ഥലത്ത്. അപ്പോൾ ഏതെങ്കിലും സീരിയലിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ പറഞ്ഞങ്ങ് പോകും. പക്ഷെ ഇതിലതല്ല, നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങി. അതാണ് ഇതിന്റെ വ്യത്യാസം. അതാണ് എവിടെ പോയാലും ആ സമയമാകുമ്പോൾ അവിടെ എത്തും. ഇത് കാണാൻ അങ്ങനെ ഇരിക്കട്ടെ. എല്ലാ ദിവസങ്ങളും ഇങ്ങനെ അങ്ങനെ കണ്ട് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. അവരെ കണ്ടതിൽ ഭയങ്കര, എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ കാണുമെന്നവരെ, പക്ഷെ ഇവരെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരാണ് ഈ സീരിയലുകളുടെ വിജയം കേട്ടോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ടി വി കാണുന്ന ആ സീരിയലിലെ താരങ്ങളെ ഇഷ്ടപ്പെട്ട സീരിയൽ ലൊക്കേഷനിൽ വരാൻ പറ്റുമെന്ന്? ഒരിക്കലും ഉദ്ദേശിച്ചില്ല. വന്ന് കണ്ടപ്പോൾ എന്ത് തോന്നി? അന്ന് കണ്ടു എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുപോലെ സന്തോഷമായിരുന്നു. അപ്പം അമ്മയെപ്പോലെ സീരിയൽ സ്നേഹിക്കുന്ന താരങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് പറയാം. പറഞ്ഞു, അങ്ങോട്ട് നോക്കി പറഞ്ഞു. എല്ലാവരും എന്ത് സമയമില്ലെങ്കിൽ ഇവരെ ഒന്ന് കാണണം. നല്ലൊരു പോസിറ്റീവായിരുന്നു എനിക്ക്. അവരെല്ലാം കണ്ട് അവരുടെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേന് നല്ലൊരു സന്തോഷമായിരുന്നു. ഇനിയും കുറേ താരങ്ങളെ കാണാനുണ്ട്. ഷൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ക്യാമറ പകർത്താത്തത്. കണ്ടാലോ? എന്നാൽ കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ആഗ്രഹം സാധിപ്പിച്ച് തന്നു. താങ്ക് യു. നന്ദി. എന്നോടാ പറയണ്ടേ, ചുമ്മാ കേട്ടോ. താങ്ക് യു. ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹങ്ങൾ കാണും അല്ലേ? സീരിയൽ ലൊക്കേഷനിൽ വരണം, താരങ്ങളെ കാണണം. നിങ്ങൾ ധൈര്യമായിട്ട് സീരിയലിലൂടെ ചാനലിന് മെസ്സേജ് അയച്ചോ, നമ്മൾ കൊണ്ടുവരും, നമ്മളുണ്ട് കൂടെ അല്ലേ? താങ്ക് യു.